ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കുറേ സ്കിൻ കെയറിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് എപ്പോഴും ഒരു ആങ്സൈറ്റിയാണ്, നമ്മളുടെ ഫേസിൽ ചുളിവ് വീഴുവോ അല്ലെങ്കിൽ വരകൾ വീഴുവോ, എപ്പോഴാണ് വരകൾ വീഴാൻ തുടങ്ങുന്നത്, അല്ലെ വീണ വരകളൊക്കെ മാറുവോ. ഒരു 40 വയസ്സ് കഴിയുമ്പോൾ മുതൽ നമ്മളുടെ ഉള്ളിലുള്ള ഒരു ആങ്സൈറ്റിയാണ്. 40 വയസ്സ് കഴിയുന്നതിന് മുന്നേ തന്നെയും ചുളിവുകൾ വീണ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. 40 വയസ്സ് കഴിഞ്ഞ് ചുളിവുകൾ വീഴാൻ തുടങ്ങിയവരെയും കണ്ടിട്ടുണ്ട്. കുറച്ചൊക്കെ ചുളിവ് വീണതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെയും നമ്മളുടെ ആങ്സൈറ്റി ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മൾക്ക് ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടെ ഒരു യുവത്വത്തോടെയും യൂത്ത്ഫുൾ ആയിട്ടും പിന്നെ കുറച്ച് പ്രകാശമുള്ള ഐശ്വര്യമുള്ള ഒരു മുഖമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഐശ്വര്യമുള്ള മുഖത്തിന് കുറച്ചും കൂടെ ഐശ്വര്യമാക്കാനും നമ്മൾക്ക് പറ്റും. ഇതൊക്കെയും നമ്മളുടെ റെഗുലർ കെയർ കൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മൾക്ക് ഫേസിനെ നല്ല ഗ്ലോ ആക്കി വെക്കാൻ പറ്റും. ചുളിവുകളൊന്നുമില്ലാത്ത അല്ലെങ്കിൽ വരകളൊന്നുമില്ലാത്ത ചർമ്മമായിട്ട് നമുക്ക് എത്ര വയസ്സായാലും, ഇനി 95 വയസ്സായാലും നമ്മുടെ ഫേസിനെ ഭംഗിയായിട്ട് ഐശ്വര്യമുള്ളൊരു ദൈവിക ചൈതന്യമുള്ള ഫേസായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും. അതിന് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറുതായിട്ട് ഒരു കെയർ ചെയ്യാൻ നമ്മൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ ചർമ്മം നമ്മൾക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു 15 മിനിറ്റ് നമ്മൾക്ക് വേണ്ടി രാവിലെയും 15 മിനിറ്റ് വൈകുന്നേരവും നമ്മൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ റെഡിയാകും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ 2-3 വീഡിയോയിലായിട്ട് ഞാൻ കാണിക്കുന്നത് വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഇന്ത്യൻ സ്കിൻ കെയേഴ്സ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസംബർ ക്രിസ്മസ് വരുന്നു, ന്യൂ ഇയർ വരുന്നു, നമ്മൾക്ക് കുറേ പ്രോഗ്രാംസ് ഉണ്ട്. നമ്മളുടെ കുട്ടികളൊക്കെ നമ്മളെ കാണാൻ വരും, അല്ലെങ്കിൽ ലീവിന് പോയിട്ടുള്ളവരൊക്കെ നമ്മളുടെ വീട്ടിലോട്ട് തിരിച്ചു വരുന്ന, അല്ലെ നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിനെ വിസിറ്റ് ചെയ്യുന്ന കുറേ ഒരു പീരീഡാണിത് അല്ലേ. അപ്പോൾ നമ്മൾക്കൊന്ന് ചെറുതായിട്ട് ഒരു നല്ല അപ്രീസിയേഷൻ ഒക്കെ കിട്ടിയാൽ ഭയങ്കര സന്തോഷമാവില്ലേ. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊരു ഗ്ലോ കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 പാക്കുകളാണ് നമ്മൾ ഇന്ന് വീഡിയോയ്ക്കകത്തോട്ട് നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാം. ഇന്നത്തെ സ്കിൻ കെയറിൽ നമ്മൾ എടുത്തിരിക്കുന്ന ക്യാരറ്റ് ആണ്. ക്യാരറ്റിൽ ബീറ്റ കരോട്ടിൻ നിറയെ ഉള്ളത് കാരണം നമ്മുടെ ഡെഡ് സെൽസിനെ ഷെഡ് ചെയ്തിട്ട് പുതിയ സെൽസിനെ വരാനായിട്ട് പ്രൊമോട്ട് ചെയ്യും. നമ്മളുടെ സ്കിന്നിന്റെ ഫൈൻ ലൈൻസിനെ, റിങ്കിൾസിനെ ഒക്കെ റെഡ്യൂസ് ചെയ്ത് ഫ്രഷ് ആക്കി വെക്കാൻ സ്കിന്നിനെ എൻകറേജ് ചെയ്യുകയും ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോ ആണ്. സ്വീറ്റ് പൊട്ടറ്റോയിലും ബീറ്റ കരോട്ടിൻ നിറയുണ്ട്, നാച്ചുറൽ വിറ്റമിൻ എ ഉണ്ട്. നമ്മളുടെ സ്കിൻ സെല്ലിനെ റിന്യൂ ചെയ്യാനായിട്ട്, പുതിയ പുതിയ കോശങ്ങൾ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഡൾ സ്കിന്നും ഒക്കെ അതുവഴി നമ്മൾക്ക് ഇല്ലാതാവുന്നതാണ്. ഇത് നമ്മളുടെ സ്കിൻ ടെക്സ്ചറിനെ ഇംപ്രൂവ് ചെയ്യുകയും സ്മൂത്ത് ആക്കുകയും നാച്ചുറൽ ആയിട്ട് നമ്മൾക്ക് സ്കിന്നിന് നല്ല ഗ്ലോ തരികയും നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ ചേർത്തിരിക്കുന്നത് നാച്ചുറൽ ഹ്യൂമിക്റ്റന്റ്, അതായത് ഡീപ്പ് ഹൈഡ്രേഷൻ സ്കിന്നിന് തരുന്ന ഹണിയാണ്, തേനാണ്. തേൻ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചർ ചെയ്ത് വെക്കുകയും നമ്മുടെ സ്കിന്നിനെ പ്ലംപി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും സപ്പിൾ ആയിട്ടും യൂത്ത്ഫുൾ ആയിട്ടും വെക്കുകയും നമ്മളുടെ ഫൈൻ ലൈൻസിനെയും ഒക്കെ ഉണ്ടാകുന്ന ഫൈൻ ലൈൻ റിങ്കിൾസിനെയും ഡ്രൈനെസ്സിനെയും ഒക്കെ മാറ്റി നല്ല ഫ്രഷ് ആയിട്ട് നമ്മളുടെ സ്കിന്നിനെ ഒരു റിന്യൂ ആയിട്ട് യൂത്ത്ഫുൾ ആയിട്ട് വെക്കുന്നതാണ്. അടുത്ത പാക്കിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ്. ഡെഡ് സെൽസിനെ പതുക്കെ ജെന്റ്ലി റിമൂവ് ചെയ്യുകയും സ്കിന്നിനെ സോഫ്റ്റ് ആക്കുകയും റിഫൈൻഡ് ആക്കുകയും ഈവൻ സ്കിൻ ടോൺ ആയിട്ട് വെക്കുകയും ചെയ്യുന്നതാണ് മുൾട്ടാനി മിട്ടി. യൂത്ത്ഫുൾ അപ്പിയറൻസ് തരാൻ ഇത് നല്ല ബെസ്റ്റ് ആണ്. ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് നമ്മൾക്ക് സ്കിൻ ടോൺ, നമ്മളുടെ കളർ കൂടാനുള്ള ക്യാരറ്റും പിന്നെ നമ്മൾ ചേർക്കുന്നത് റോസ് വാട്ടറുമാണ്. നമ്പർ 1 ടോണർ ആണ് റോസ് വാട്ടർ. റോസ് വാട്ടറും മുൾട്ടാണി മിട്ടിയും നമ്മളുടെ ക്യാരറ്റ് ജ്യൂസും കൂടെ ചേരുമ്പോഴേക്കും നമ്മുടെ ഗ്ലോ, നിങ്ങൾ പാക്ക് ഒരു പ്രാവശ്യം ഇട്ട് വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം കാണാൻ പറ്റും. സൺ ടാനിനെ റിമൂവ് ചെയ്യാനും ഡൾനെസ്സിനെയും ക്ലൈമറ്റ് കൊണ്ടുണ്ടായ കളർ വ്യത്യാസത്തെയും ഒക്കെ മാറ്റി ഒരു ഈവൻ സ്കിൻ ടോൺ തരികയും ഓപ്പൺ പോഴ്സിനെ ഷ്രിങ്ക് ആക്കാനും ഇത് സഹായിക്കുന്നതാണ്. ഒന്ന് മാത്രം ശ്രദ്ധിക്കുക, ക്ലീൻ ആയിട്ടുള്ള ഫേസിലാണ് ഇടുന്നതെന്നും ഇട്ട് കഴിഞ്ഞും നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. മൂന്നാമതായിട്ടുള്ള സ്കിൻ കെയർ പാക്കിലേക്ക് നമ്മൾ ഇടുന്നത് കുറച്ച് കടലമാവാണ്. കടലമാവ്
മുഖത്തിന് കളർ തരാനും പാടുകൾ നീക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഹണിയാണ്. ഹണി ഒരു ടീസ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട്. കടലമാവും ഹണിയും കൂടെ ഒന്നിച്ച് ചേരുമ്പോൾ നമ്മളുടെ മുഖത്തുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ടിനെ മാറ്റാനും ഫൈൻ ലൈൻസിന്റെ അപ്പിയറൻസിനെ കുറയ്ക്കാനും റിങ്കിൾസിനെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇതിന്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ആലോവേറ ജെല്ലാണ്. ഇത് ഹോം മെയ്ഡ് ആലോവേറ ജെല്ലാണ്. ഹോം മെയ്ഡ് ആലോവേറ ജെല്ലും കൂടെ ചേർക്കുമ്പോഴേക്കും നമ്മളുടെ ഫേസിന് നല്ല സോഫ്റ്റ്, നല്ല പേളിഷ് കളർ തരാനായിട്ട് സഹായിക്കുന്ന ഒരു പായ്ക്കാണിത്. ഇതൊക്കെയും നമ്മൾ ചെയ്യേണ്ടത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടും ഫേസിലുള്ള എക്സസ് മേക്കപ്പും ഒട്ടും തന്നെ മേക്കപ്പ് പാടില്ല, ഓയിലും ഒക്കെ റിമൂവ് ചെയ്തിട്ടിടുമ്പോൾ നമ്മൾക്ക് അതിന്റെ പ്രയോജനം 100% കിട്ടുന്നതാണ്. ഇതെല്ലാ പാക്കുകളും തന്നെ ആഴ്ചയിൽ 4 ദിവസം നിങ്ങൾക്ക് ഇടാം. ഇടുമ്പോൾ 15 മുതൽ 20 നിമിഷം ഇട്ടിട്ട് അല്ലെങ്കിൽ ഉണങ്ങാൻ തുടങ്ങുന്ന സമയത്ത് വാഷ് ചെയ്ത് മാറ്റുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പോൾ സൗന്ദര്യം സംരക്ഷിക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ ഇതുപോലെ പാക്കുകളൊക്കെ എപ്പോഴും കാശ് കൊടുത്ത് വാങ്ങണമെന്നില്ല. നമ്മൾക്ക് തന്നെ സ്റ്റോർ ഉണ്ട്. എന്നിട്ട് ഞാൻ പറയുന്നു, എപ്പോഴും കാശ് കൊടുത്ത് വാങ്ങണമെന്നില്ല. കാശ് കൊടുക്കാതെ തന്നെയും നമുക്ക് സൗന്ദര്യം സംരക്ഷിക്കാവുന്നതാണ്. ഇതൊക്കെ ടെമ്പററി ആയിട്ട് നമുക്കൊരു ഒരാഴ്ചത്തേക്ക് ഗ്ലോ കിട്ടാനും അല്ലെങ്കിൽ ഒരു 10 ദിവസത്തേക്ക് ഗ്ലോ കിട്ടാനും ഒക്കെയുള്ള പാക്കുകളാണ്. മറ്റ് നമ്മുടെ സ്റ്റോറിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ, റെഗുലർ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെർമനന്റ് ആയിട്ട് ഒരു റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് സ്റ്റോറിലുള്ളത്. സ്റ്റോറിലുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാൻ, നിങ്ങൾ നോക്കിക്കോളൂ. പിന്നെ ഇപ്പോൾ എന്നെ തന്നെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ അഹങ്കാരം പറയാന്ന് വിചാരിക്കരുത്. സ്കിൻ കെയർ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എൻ്റെ സ്കിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിലും നിറച്ച് വരകളും ചുളിവുകളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാവുന്നതാണ്. ഒരു പിമ്പിൾസ് വന്നാൽ അന്നേരം തന്നെ ഞാൻ പിമ്പിൾ പാച്ച് എടുത്ത് വെക്കും. പാച്ച് എടുത്ത് വെച്ചാൽ നെക്സ്റ്റ് ഡേ പിമ്പിൾസ് കുറച്ച് ചുരുങ്ങിയിട്ടുണ്ടാവും. അത് അങ്ങനെ അങ്ങ് ചൊങ്ങിപ്പൊക്കോളും. അല്ലാതെ ഞാൻ അതിനെ കീറുകയോ മാന്തുകയോ അതിൻ്റെ പുറത്ത് പോയി പാക്കിടുകയോ ഒന്നും തന്നെ ചെയ്യില്ല. ചെറിയ ചെറിയ ആഗ്നകൾ എനിക്ക് ഇവിടെയൊക്കെ പീരീഡ്സ് ടൈമിലൊക്കെ നമുക്കുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾക്ക് കുറച്ച് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നിനെ ഭയങ്കര ഭംഗിയോടെയും ഒരു 20-25 വയസ്സ് നമുക്ക് കുറച്ച് തോന്നുന്ന പോലെയും ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ എന്നോട് നിറയെ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നലങ്കമാവ് ഉപയോഗിച്ചാൽ നന്നായിട്ട് വെളുക്കുമോ? ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. എനിക്ക് ഗ്യാരണ്ടി ഒന്നും തന്നെ തരാൻ പറ്റില്ല. കാരണം ഗ്യാരണ്ടി നിങ്ങൾക്ക് തന്നെ കൊടുക്കണം. നലങ്കുമാവ് പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രോഡക്ട്സ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് 50% മാത്രമാണ്. അടുത്ത 50% നിങ്ങളുടെ കയ്യിലാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാത്രമേ അത് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്യുന്നുണ്ടോ, എന്തിൽ മിക്സ് ചെയ്താണ് ഇടുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് തരുന്ന കാര്യങ്ങളൊക്കെ പറയിച്ചു ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാതെ, നിങ്ങൾ ഒരു വോയിസ് നോട്ട് അയച്ചിട്ടാൽ അത് അവിടെ കിടന്നോളൂ. എനിക്ക് എപ്പോഴാണ് ടൈം ഉള്ളതെന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ കേട്ടിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും അല്ലേ. എന്ന് വെച്ച് ഞാൻ നമ്മളുടെ പ്രോഡക്റ്റുകളുടെ റിപ്ലൈ ആണ് തരുന്നത്. അല്ലാതെ നിങ്ങളുടെ സ്കിൻ കെയർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ പ്രോബ്ലത്തിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ. അത് നിങ്ങൾ ഡോക്ടറെ തന്നെ പോയി കാണണം. നമ്മളുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞുതരും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെയും നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് നമ്മളുടെ സ്കിന്നിനെ യുവത്വത്തോടെ നിലനിർത്താൻ പറ്റും. 100% ഷുവറാണ്. പക്ഷേ നമ്മൾ കുറച്ച് ക്ഷമയോടെയും മനസ്സിനെ ഒന്ന് ചിട്ടപ്പെടുത്തിയും ഒരു ഡിസിപ്ലിനോടെയും ജീവിക്കണം. ഇപ്പോൾ നമ്മൾക്കൊരു സന്തോഷമാണ്. എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ചെടികളാണ്. ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് ബാക്കിലോട്ട് നോക്കിയാൽ കാണാം കുറേ ചെടികളുണ്ട്. ഞാൻ താമസിക്കുന്നത് ഒരു വലിയ അപ്പാർട്ട്മെൻറ്റ് 11th ഫ്ലോറിലാണ്. അപ്പോൾ എനിക്കുള്ള 2 ബാൽക്കണിയും ഫുള്ള് പ്ലാന്റ്സ് ആണ്. ഞാൻ ഒരു ദിവസം എൻ്റെ കുറേ ഷോർട്സിനകത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം ഇൻഡോർ പ്ലാന്റ്സും അല്ലെങ്കിൽ കുറേ പ്ലാന്റ്സ് എൻ്റെ അടുത്തുണ്ട്. ഇപ്പം ക്രിസ്മസ് ആയതുകൊണ്ട്, കുറച്ച് ന്യൂ ഇയർ ആയതുകൊണ്ട് കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു. അല്ലെങ്കിലും ചെറിയ ചെറിയ ലൈറ്റ്സുകൾ ഞാൻ ഇടാറുണ്ട്. അതൊക്കെ എനിക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളാണ്. എനിക്കിഷ്ടമാണ് ഷോപ്പിംഗ് പോലെ. എനിക്കിഷ്ടമാണ് ഒറ്റയ്ക്ക് കാർ ഡ്രൈവ് ചെയ്ത് കുറേ ദൂരം നല്ല ഇളയരാജ സോങ്സ് ഒക്കെ കേട്ട് ഇങ്ങനെ പോകാൻ എനിക്കിഷ്ടമാണ്. അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മൾക്ക് കൊടുക്കുമ്പോൾ നമ്മളുടെ മെമ്മറീസിനെ യുവത്വത്തിലോട്ട് കണക്ട് ചെയ്യുകയും നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് യൗവനം തിരിച്ചു കിട്ടുകയും ചെയ്യും.
ഇതിൻ്റെ കൂടെയാണ് ലക്ഷറി ആയിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത്. സ്കിൻ കെയറും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും നമ്മളൊരു 25 ഇയേഴ്സ് ക്രോസ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വരികയില്ല. നമ്മളുടെ സ്വപ്നങ്ങളും നമ്മളുടെ ചിന്തകളും നമ്മളുടെ ഒരു തോട്ട്സും ഇന്നത്തെ യങ് ജനറേഷന് ഈക്വലായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. നമ്മളുടെ നോളജും കൂടെ കുറച്ചൊന്ന് അപ്ഡേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്താണ്, കറണ്ട് അഫയേഴ്സ് ഞാൻ പറയുന്നത് ഈ മീഡിയ മാധ്യമങ്ങളിലുള്ള ന്യൂസ് ഒന്നും അല്ല കേട്ടോ. എന്താണ് ടെക്നിക്കലി അപ്ഡേറ്റ് ആയിട്ടുള്ളത്, എന്താണ് നമ്മൾക്ക് മൊബൈൽ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കലായിട്ട്, അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് വായിച്ചിട്ട് എന്തൊക്കെ പുതിയ സ്റ്റൈലാണ് ഡ്രസ്സിൽ വന്നിട്ടുള്ളത്, എന്തൊക്കെ പുതിയ ഹെയർ സ്റ്റൈലാണ് വന്നിട്ടുള്ളത്, എന്താണ് ട്രെൻഡ്, അതാണ് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് എന്നൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ട്രെൻഡിനനുസരിച്ച് നമ്മൾക്ക് ഇഷ്ടമുള്ള ട്രെൻഡിനനുസരിച്ച് നമ്മൾക്ക് പോകാം. ഇതൊക്കെ നമ്മളുടെ യുവത്വത്തിനെ നമ്മൾ ഒന്ന് സ്റ്റഡിയാക്കി സ്റ്റേബിളാക്കി വെക്കുന്ന കാര്യങ്ങളാണ്. ഇതിനിടയ്ക്ക് നമ്മൾ ഒരിക്കലും പോയിട്ട് നമ്മൾക്ക് വയ്യ എന്നുള്ള ഒരു ഫേസ് പുറത്ത് കാണിക്കാതിരിക്കുക. നിങ്ങൾ തന്നെ കണ്ണാടിയിൽ എടുത്ത് നോക്കൂ, നിങ്ങൾക്ക് അയ്യോ വയ്യ എന്നുള്ള ആ ഒരു ഫേസ് കാണിക്കുമ്പോൾ 10 വയസ്സ് ഇരട്ടിയാണ് തോന്നുന്നത്. ഐ എം ഓക്കെ ഫൈൻ, ഐ സ്മാർട്ട് ലൈക്ക് സംബഡി എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഏജ് എന്ന് പറയുന്നത് ബാക്കിലോട്ടാണ്, റിവേഴ്സാണ് അല്ലേ. നമ്മൾക്ക് കുറച്ച് ഏജ് കുറവായിട്ടേ തോന്നത്തുള്ളൂ. വയ്യ, അയ്യോ വയ്യേ എന്നുള്ള ആ ഒരു സിമ്പതി കിട്ടാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങ് മാറ്റുക. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. വയ്യ എന്നുള്ള ആ ഒരു സാഡ് ഫേസിനെ ആർക്കും ഇഷ്ടമല്ല. നമ്മൾക്ക് തന്നെ ഏജ് കൂട്ടി കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. എപ്പോഴും സ്മാർട്ടായിട്ടിരിക്കുക. എപ്പോഴും നമുക്ക് വയ്യ എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാം, അത് മറ്റുള്ളവരോട് പറയണം എന്നില്ല. അങ്ങനത്തെ കുറേകൾ നമുക്ക് എപ്പോഴാണ് ആദ്യമായിട്ട് നമുക്ക് ഏജ് ആകുന്നു എന്ന് നമുക്ക് തോന്നുന്നത്? നമ്മൾ തന്നെ സ്വയം തോന്നുന്നു. നമ്മൾ തൈലങ്ങൾ തേടാൻ തുടങ്ങും. അയ്യോ വിക്സ്, മറ്റേ തൈലം ഇവിടത്തേക്കാവോ അവിടത്തേക്കാവോ, കാലുവലിയുണ്ടോ മുട്ടുവലിയുണ്ടോ, ഇരിക്കുമ്പം വേദനയുണ്ടോ എഴുന്നേക്കുമ്പം വേദനയുണ്ടോ, അതിൻ്റെ കൂട്ടത്തിൽ മുഖത്ത് കാണുന്ന ചെറിയ ചെറിയ ചുളിവുകൾ. പിന്നെ നമ്മൾ തന്നെ അങ്ങ് പറയാണ് നമുക്ക് വയ്യ, നമുക്ക് ഷുഗറാണ്, നമുക്ക് പ്രഷറാണ്, മറ്റാണ് മറിച്ചാണ്. ഈ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള കൊച്ചു കുട്ടികൾ പോലുമുണ്ട്. അതുകൊണ്ട് അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാം നോർമലാണ്, എവറിത്തിങ് ഈസ് നോർമൽ എന്ന് വിചാരിക്കുക. ഓൾ ഫൈൻ, ഓൾ പെർഫെക്റ്റ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആണ്, എല്ലാം ഫൈനാണ്. നമുക്ക് നമ്മളെക്കാളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ഭൂമിയിൽ. നമ്മൾക്ക് എല്ലാം നമുക്ക് ഇതുപോലെ നോർമലായിട്ട് നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പം നമ്മൾക്ക് സ്കിൻ കെയർ ഉണ്ട്, നിങ്ങൾക്ക് വിഭൂതി ഉണ്ട് അല്ലേ. ഒബ്വിയസ്ലി വിഭൂതി ഈസ് ദെയർ ഫോർ യു അല്ലേ. അപ്പോൾ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുക. സ്കിൻ കെയർ പ്രോഡക്ട്സ് പറ്റുമെങ്കിൽ പറ്റുന്ന തരത്തിൽ പറ്റുന്ന വിധത്തിൽ വാങ്ങിക്കുക. അതുപോലെ വേറൊരു കാര്യം, ഈ ഓഫറുകളൊക്കെ ഇടുമ്പോൾ നിങ്ങൾ ആ ഓഫർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യുക. മനസ്സിലാക്കുന്നതിന് മുന്നേ ഓർഡർ ചെയ്യാതെ അവരോട് ചോദിക്കുക എന്താണ് ഓഫർ. കുട്ടികളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അതവർ പറഞ്ഞ് മനസ്സിലാക്കി തരും. എന്നിട്ട് ഓർഡർ ചെയ്താൽ നിങ്ങൾക്കും ബെനിഫിഷ്യലാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ബെനിഫിഷ്യലാണ്. അതുകൊണ്ട് സ്കിൻ കെയർ ചെയ്യുന്നത് ഒരിക്കലും നിർത്തരുത്. സ്കിൻ കെയർ എന്ന് പറയുന്ന ഒരു സെൽഫ് കെയർ എന്നാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം. ഓക്കെ, നമ്മൾ സ്വയമായിട്ട് കെയർ ചെയ്യുന്നു, നമ്മൾ കുറച്ച് റെസ്പെക്റ്റ് ചെയ്യുന്നു, നമ്മൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾക്ക് തന്നെ പുതിയ പുതിയ ഡ്രസ്സുകൾ സ്റ്റൈൽ ചെയ്യാനും, സാരിയൊക്കെ ഉടുക്കുമ്പോൾ ചുമ്മാ ഒരു സാരി ഉടുക്കാതെ ആ സാരി ഒന്ന് സ്റ്റൈൽ ചെയ്ത് ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ ഇട്ട് ഒരു 1 പ്ലീറ്റ് ഒക്കെ വിട്ടിട്ട് നല്ല ഒരു ട്രെൻഡി ആയിട്ട് മുടിയൊക്കെ നല്ല സ്റ്റൈലായിട്ട് ഇടുന്ന ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മൾക്ക് അങ്ങനെയൊക്കെ ഒന്ന് റെഡി ആവാം അല്ലേ. എപ്പോഴും നമുക്ക് ഒരേപോലെ ഇങ്ങനെ പിന്നുകുത്തി പൊട്ടുകുത്തി അങ്ങനെ വയ്ക്കാതെ അതും ഒരു ഭംഗിയാണ്. ഡിഫറെൻറ്റ് സ്റ്റൈലിൽ നമ്മളെ ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുമ്പോൾ വളരെ ഭംഗിയാണ് അല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേഷം സാരി തന്നെയാണ്. ഞാൻ എന്നും സാരിയാണ് കോളേജിൽ ഉടുക്കുന്നത്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഞാൻ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ കാഷ്വൽ വെയറിൽ വരുന്നത്. ഓക്കെ, സോ ഇടയ്ക്കിടയ്ക്ക് സാരിയിലും വരാറുണ്ട്. അതുകൊണ്ട് ന്യൂ ഇയർ ആണ് വരുന്നത്, ക്രിസ്മസ് ആണ് വരുന്നത്, സെലിബ്രേഷൻസ് ആണ് വരുന്നത്. നമ്മളുടെ ലൈഫിൻ്റെ വേറൊരു ഇയർ കൂടെ തുറന്നു വരികയാണ് 2026 എന്ന് പറഞ്ഞിട്ട്. 2026 മിഡിലൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ സ്കിന്നിലൊന്നും ഒരു മാർക്ക് പോലും കാണാൻ പാടില്ല. അതുപോലെ സ്കിൻ കെയർ ചെയ്യുക. 26 എൻഡ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു 10 വയസ്സ് കുറഞ്ഞിരിക്കണം, 10 അല്ലെങ്കിൽ 15 വയസ്സ് കുറഞ്ഞിരിക്കണം. അതുപോലെ റെഗുലറായിട്ട് അതുപോലെ ഒന്ന് ഡിസൈഡ് ചെയ്തിട്ട് നിങ്ങൾ റെഗുലറായിട്ട് സ്കിൻ കെയർ ചെയ്യുക. പങ്ക്ച്വലോടെ ചെയ്യുക, അറിഞ്ഞ് ചെയ്യുക, എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടാത്തതെന്ന് മനസ്സിലാക്കി ചെയ്യുക.
അപ്പോൾ ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കും ഒന്ന് തിളങ്ങാനാണ് നമ്മൾ ഇന്നത്തെ സ്കിൻ കെയർ പാക്സ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതൊക്കെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കി ഫേസിലിടൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്ട്സ് വെച്ചിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എന്നെയും നിങ്ങളുടെ കുട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾ എൻ്റെ കൂടെ കാണും എന്നുള്ള വിശ്വാസത്തോടെ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്നിടം വരെ ടേക്ക് കെയർ.